അപൂർവ രോഗം ബാധിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി അജിത ചികിത്സയ്ക്കായി നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹായം തേടുന്നു. സിരകളിൽ രക്തം കട്ടപിടിക്കുന്ന സെറിബ്രൽ വെനസ് ത്രോംബോസിസ് രോഗത്തിന് വർഷങ്ങളായി ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 10 വയസ്സുകാരനായ മകൻ മാത്രമാണ് അജിതയ്ക്ക് ഒപ്പമുള്ളത്. ഈ വർഷം കൂടെ ഉള്ളൂ ആ സ്കൂളിൽ 5ാം ക്ലാസ് വരെ. സ്കൂളെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും അല്ല അവിടെ, എന്നെ അവിടെ ആവശ്യം പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ചോറെടുക്കാനാണ് ഞാൻ പോണത്. ഉച്ചത്തെ അവിടെ നിന്നാണ് ചോറെടുത്തുകൊണ്ട് വരണം. ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ടത്തേക്ക് ഞങ്ങൾ ബാക്കി വരുന്ന ചോറും കറികളും എടുത്തുകൊണ്ട് വരും. അപ്പോൾ കൊണ്ടുവച്ചാണ് ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കണം. ജീവിതത്തിൽ നല്ല നിമിഷങ്ങളൊന്നും ഓർക്കാനില്ല. ആ കാലത്തെല്ലാം രോഗങ്ങളുടെ പിടിയിലായിരുന്നു അജിത. ഹൃദ്രോഗമായിരുന്നു തുടക്കം. അത് മാറിയപ്പോഴേക്കും സെറിബ്രൽ വെനസ് ത്രോംബോസിസ് വില്ലനായി. ലൈഫ് ലോങ് മെഡിസിൻ എടുക്കണം, വേറൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ മാസം തോറും പോയി നോക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ മരുന്നിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പം വീട്ടിൻ്റെ ജപ്തി ഇവിടെ വന്നത്. മോൻ തന്നെയാണ് ശരിക്കും എന്നെ കൊണ്ടു നടക്കുന്നത്. ഇപ്പം അവൻ്റെ പഠിത്തത്തെ ബാധിക്കുന്നത് എൻ്റെ ഈ അസുഖമാണ്. എപ്പോഴും അവൻ അമ്മ മരുന്ന് കഴിച്ചോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്ന് ശ്രദ്ധിച്ച് അവൻ നടക്കും. അപ്പോൾ പോകണമെങ്കിൽ തന്നെ ഞാനുണ്ടെങ്കിലേ പോകുന്നുള്ളൂ. അമ്മയെ നോക്കാം, അവൻ അവിടെ ആണെങ്കിൽ അമ്മയെ കാണാമല്ലോ. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ മുന്നേ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ആ അവസ്ഥ കണ്ടിട്ടാണ് അവർ നീ വന്നോ കുഴപ്പമില്ല, എന്തെങ്കിലും നിന്നെ കൊണ്ട് പറ്റണത് ലൈബ്രറി എന്നാണ് പറയുന്നതെങ്കിലും പക്ഷെ അതൊന്നും അവിടെ ആവശ്യമില്ല. അവർ ടീച്ചേഴ്സാണ് അതെല്ലാം ചെയ്യുന്നത്. എന്നെ അവിടെ കൊണ്ടിരുത്തും. അവിടുന്ന് ശമ്പളമായിട്ടൊന്നും തരാനില്ല, എന്നാലും അവരെ കൊണ്ട് പറ്റണത് അവർ തരും. ജീവിതത്തിൽ ഒറ്റയ്ക്കായ അജിതയ്ക്ക് കൂട്ടായി മകൻ നിരഞ്ജനെത്തി. പക്ഷേ പഠിക്കേണ്ട സമയം അമ്മയെ നോക്കേണ്ട അവസ്ഥയും. കയ്യിൽ ഈ വടിയില്ലാതെ അജിതയ്ക്ക് ഒരു ചുവട് വയ്ക്കാനാകില്ല. ആഹാരത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ തീരാ ദുരിതത്തിലാണ് ഈ അമ്മയും മകനും. ജപ്തി വന്നപ്പോൾ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ മോൻ നല്ല പഠിക്കണ മോനാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സബ് ജില്ലയിൽ തന്നെ അവനാണ് ടോപ്പർ. LSSന് 68ഓളം മാർക്ക് വാങ്ങിച്ച് അവനും അതിലും ടോപ്പറാണ്. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ അവനൊന്നുമില്ലാത്ത അവസ്ഥയായി. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പക്ഷേ വീട്ടിനകത്ത് അവൻ വാങ്ങിച്ച ട്രോഫികളും കാര്യങ്ങളുമാണ്. ഇത്രയും ദിവസം അവൻ്റെ ടീച്ചർമാരും എല്ലാവരും കൂടെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത് അവനെ പഠിപ്പിക്കാനൊക്കെ. ഈ വീടും കൂടെ പോയാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്ത അവസ്ഥയാണ്. നാട്ടുകാർ നൽകുന്ന ചെറിയ സഹായങ്ങളാണ് ഏക ആശ്രയം. തുടർ ചികിത്സ നടത്തിയാൽ ഫലം കാണുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എങ്ങനെയെന്ന ചോദ്യമാണ് അജിതയ്ക്ക് മുന്നിൽ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് അജിതയ്ക്ക് സഹായിക്കാൻ ആരുമില്ല എന്നൊരവസ്ഥയുണ്ട്. ആരുമില്ലാത്ത ഒരാൾക്ക് ദൈവം കൂട്ടിന് വരും എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും ഇവരുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ്. എപ്പോഴും നമ്മളങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു എന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്. പലതുള്ളി പെരുവെള്ളം, ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ടായിട്ടത് മാറും. മാത്രമല്ല, ഞാൻ ഈ കേരളത്തിലെ 10-30 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് ആളുകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ആ നമ്പർ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതേസമയം നമ്മൾ വിദേശ നാടുകളിലൊക്കെ പോകുമ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന ഉദാരമതികളായ പ്രവാസികളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നല്ല കാര്യം ചെയ്യാം. നമുക്ക് 20-ാം തീയതി മുതൽ രാവിലെ 7:45 നമ്മൾ ഒരു പരിപാടി എല്ലാ ദിവസവും രാവിലെ സംപ്രേഷണം ചെയ്യും. കരുണാസാഗര എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ കഥ നമ്മളവിടെ കൊടുക്കും. സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളെ അറിയിക്കാം. ആ സഹായം നമ്മൾ നേരിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്യും. കരുണാസാഗര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.